സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്ന രാസലഹരിയുടെ ചെറുതല്ലാത്തൊരു പങ്കിന്റെ വ്യാപാരം ഡാർക്ക് വെബിലൂടെയാണ്. ഡാർക്ക് വെബ് ഇടപാടിന് പിന്നാലെ ഇന്റർനാഷണൽ തപാൽ വഴി എത്തുന്ന ലഹരി വരവ് തടയുന്നത് സംസ്ഥാന പോലീസിന് തലവേദനയാകുകയാണ്. ഇത്തരത്തിൽ ലഹരി കടത്താൻ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. കോടികളുടെ ലഹരി മരുന്നാണ് ഇത്തരത്തിൽ ഇന്റർനാഷണൽ തപാൽ വഴിയും മാസം തോറും എത്തുന്നത്. ഫ്രാൻസ്, ജർമ്മനി, കൊളംബിയ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും MDMA, കൊക്കൈൻ തുടങ്ങിയ രാസലഹരികൾ രാജ്യത്തെത്തുന്നത്. ഹൈബ്രിഡ് കഞ്ചാവിന്റെയും വരവ് വിദേശത്ത് നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ എത്തിച്ച് റോഡ് മാർഗമാണ് ലഹരി കേരളത്തിലേക്ക് കൂടുതലും എത്തുന്നത്. എന്നാൽ ലഹരി വ്യാപാരികളിൽ നിന്ന് ഡാർക്ക് വെബിലൂടെ നേരിട്ട് ഇടപാട് നടത്തി ഇന്റർനാഷണൽ തപാൽ വഴി ലഹരി എത്തുന്നത് കൂടി വരികയാണെന്നാണ് എക്സൈസും പോലീസും പറയുന്നത്. ഷോപ്പിംഗ് സൈറ്റുകൾ പോലുള്ള ആയിരക്കണക്കിന് ലഹരി വിൽപ്പന സൈറ്റുകളാണ് ഡാർക്ക് വെബിലുള്ളത്. ഏത് തരം ലഹരി വസ്തുക്കളും വാങ്ങാം. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങളുമായി നേരിട്ട് ഇടപാടുകൾ നടത്താം. നല്ല രീതിയിൽ എൻഫോഴ്സ്മെന്റ് മാർക്ക് നടക്കുന്നുണ്ട്. പോലീസിന്റെ ആയാലും എക്സൈസിന്റെ ആയാലും വളരെ നല്ല രീതിയിൽ എൻഫോഴ്സ്മെന്റ് നടക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി കേസുകൾ കണ്ടെത്തുന്നുണ്ട്. ഇപ്പം ഇവിടെ തന്നെ ആകുമ്പോൾ കഴിഞ്ഞ മാസമൊക്കെ 130 കിലോളം ഗഞ്ചാവ് നമ്മൾ സീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മറ്റു ഡ്രഗുകളെല്ലാം പിടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും എൻഫോഴ്സ്മെന്റ് വർക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ആക്ച്വലി അതൊക്കെ എല്ലാം. കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ അന്വേഷണം ഒരിക്കലും ഈ ലഹരി ഉറവിടത്തിന്റെ അടുത്തേക്ക് പോലും എത്തില്ല എന്ന ഉറപ്പ് ഇക്കൂട്ടർക്കുണ്ട്. ഡാർക്ക് വെബിലെ ഇടപാടുകൾ ബിറ്റ്കോയിൻ വഴിയാണെന്നതിനാൽ അതിന്റെ പിന്നാമ്പുറം കണ്ടെത്തുക എളുപ്പമല്ല. സൂക്ഷ്മമായ സാങ്കേതിക വിദ്യയും പരിജ്ഞാനവും ഉപയോഗപ്പെടുത്തി പ്രത്യേക കോഡ് ഭാഷ ഉപയോഗിച്ചാണ് ഈ ഇടപാടുകൾ. ഇതിൻ്റെ എക്സ്ചേഞ്ചുകൾ വളരെ വിരളമാണ്. കാരണം നമുക്കിപ്പോൾ ഒരു ബാങ്കിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ അവരുടെ ഇതുണ്ടല്ലോ, അവരുടെ ഡീറ്റെയിൽസുകൾ, അവരുടെ അഡ്രസ്സുകൾ, അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. പക്ഷേ ക്രിപ്റ്റോ കറൻസി ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അത് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ച് ഈ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെ തിരിച്ചറിയാൻ കഴിയാത്ത തോറടക്കം ബ്രൗസറുകൾ ഉപയോഗിച്ചാണ് ഈ വെബ് നിയന്ത്രിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന ലഹരി സംഘങ്ങളെ തടയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സമയവും സ്വാതന്ത്ര്യവും നൽകണമെന്ന് സൈബർ വിദഗ്ധർ പറയുന്നു. ഡാർക്ക് വെബിൽ ഉള്ള ആളുകളുടെ ഐഡന്റിറ്റി ഒരിക്കലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇപ്പോൾ സാധാരണ വെബ്സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കാം, അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാം, അത് എവിടെയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ഡാർക്ക് വെബ്സൈറ്റ് ആകുമ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് നിയർലി ഇമ്പോസിബിൾ ആണ്. ഇപ്പോൾ നമുക്ക് അവരെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേറ്റ് ഹോം മിനിസ്ട്രി, അവിടുന്ന് സെൻട്രൽ ഹോം മിനിസ്ട്രി, ഇന്റർപോൾ അന്വേഷിച്ചിട്ട് വേണം ഇവരുടെ ഐഡന്റിറ്റിയൊക്കെ റിവീൽ ചെയ്യാൻ. അപ്പോൾ അത്രയും ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നാണ് കൊച്ചിയിൽ ഇന്റർനാഷണൽ പോസ്റ്റ് ഓഫീസിൽ കസ്റ്റംസും എക്സൈസും എല്ലാം ചേർന്ന് പിടികൂടിയത്. 24 കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും പിടികൂടാനായത് വെറും 2 പ്രതികളെ മാത്രവും. ഡാർക്ക് വെബ് വഴിയുള്ള ലഹരിക്കടത്ത് അത്ര പെട്ടെന്ന് പിടികൂടാൻ കഴിയില്ലെന്ന് വിൽക്കുന്നവനും വാങ്ങുന്നവനും നന്നായി അറിയാം. നമ്മുടെ പോലീസും എക്സൈസും ബന്ധപ്പെട്ട വകുപ്പുകളും അക്കാര്യം തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. അതുതന്നെയാണ് ഈ ലഹരിക്കടത്ത് ഇത്ര കാര്യമായി കൂടാനുള്ള പ്രധാന കാരണവും. എന്തായാലും ഇതിന് തടയിടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് വലിയ വിപത്തായി മാറും. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.